Okay, all of you mark the attendance. Okay, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് 4ാമത്തെ പാഠം അല്ലേ? നമ്മൾ ഏകദേശം അത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ് പേര്? 4th ലെസന്റെ പേരെന്താ? കടലോരത്തെ കാഴ്ചകൾ അല്ലേ? നമ്മൾ കണ്ടു കടലോരത്ത് എന്തൊക്കെയായിരുന്നു. റോഷൻ കടൽ തീരത്ത് പോയത്, കടല് കാണാൻ പോയി അല്ലേ? അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ അതില്? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ ആ പാഠഭാഗം? യെസ് ഓർ നോ? യെസ്. ഓക്കെ, അപ്പൊ കടലോരത്തെ കാഴ്ചകൾ എന്ന പാഠഭാഗമായിരുന്നു നമ്മൾ എടുത്തത് അല്ലേ? ഒന്നുകൂടി മിസ് വായിക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ പേജ് നമ്പർ 80 അല്ലേ? 4ാമത്തെ ലെസൺ കടലോരത്തെ കാഴ്ചകൾ. കണ്ടോ എല്ലാവരും? എല്ലാവരും എടുത്തോ 18ാമത്തെ പേജ്? യെസ്. റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. ബാപ്പയോടൊപ്പമാണ് യാത്ര. പഞ്ചാരമണൽ. കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കാലുകൾ പൂണ്ടുപോകുന്നു. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ. ഒന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ മറ്റൊന്ന്. ഒരിടത്ത് ചെറിയ ബഹളം. കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളി ഇറക്കുന്നു. അതിനപ്പുറത്തുമുണ്ട് ഒരാൾക്കൂട്ടം. കരയ്ക്കടുത്ത തോണിയിലെ മത്സ്യം കാണാനുള്ള തിക്കും തിരക്കുമാണ്. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന തോണികൾ. മീൻ കച്ചവടത്തിന്റെ ബഹളമാണ് അവിടെ. നടന്നവർ ആളും ബഹളവുമില്ലാത്ത ഒരിടത്തെത്തി. അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. അപ്പൊ മക്കൾ വായിക്കുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഏതാണ് ഒരു കുത്തുണ്ട് അല്ലേ? ഫുൾ സ്റ്റോപ്പ്. അപ്പൊ അവിടെ നിർത്തി നല്ല രീതിയിൽ വായിക്കാൻ പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത പേജ് അല്ലേ? 19ാമത്തെ പേജ്. എന്തൊരു വലിപ്പമാണ് കടലിന്! നീല നിറത്തിൽ പരന്നങ്ങനെ കിടക്കുന്നു. അടങ്ങാത്ത തിരമാലകൾ. എത്രയെത്ര നുരകളാണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. ഊക്കൻ തിരകൾക്ക് പേടിപ്പിക്കുന്ന ശബ്ദവുമുണ്ട്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കകൾ. അവയ്ക്കും മീതെ അനങ്ങാതെ പറക്കുന്ന പരുന്തുകൾ. പറന്ന് ക്ഷീണിക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക? അവിടെങ്ങും ഒരു മരച്ചില്ല പോലും ഇല്ലല്ലോ. തിരകളിൽ ആടിയുലയുന്ന കറുത്ത തോണികൾ. അങ്ങകലെ ആകാശവും കടലും ഒന്നായി തീരുന്നു. ചുവന്നു തുടുത്ത സൂര്യൻ ആകാശത്ത് നിന്ന് വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീണു. എന്തു മനോഹരമായ കാഴ്ച! മോനെ, സൂര്യൻ അസ്തമിച്ചു. വാ, നമുക്ക് തിരിച്ചു പോകാം. ബാപ്പ റോഷനെ വിളിച്ചു. കടൽ കണ്ടു മതിയായില്ല. മടിച്ചവൻ കാറിൽ കയറി. പിന്നിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ കണ്ണിൽ നിന്നും മറയുന്നത് വരെ അവൻ കടലിനെ തന്നെ നോക്കി നിന്നു അല്ലെ? നോക്കിക്കൊണ്ടിരുന്നു. അതാണ് നമ്മൾ പഠിച്ച കഥ അല്ലെ? മനസ്സിലായല്ലോ എല്ലാ മക്കൾക്കും? അപ്പൊ അടുത്ത പഠന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് താഴെ കണ്ടോ മക്കളെ ആക്ടിവിറ്റീസ്? അതിൽ 1ാമത്തത് എന്താണ് നോക്കാം നമുക്ക് അല്ലെ? പദം പരിചയപ്പെടാം അല്ലെ? അതിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത് അല്ലെ? എന്താണ് അർത്ഥം? ഊക്ക്. ഊക്ക് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? മിസ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഊക്ക്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ കൈപൊക്കിക്കോ. യെസ്, ഹാദി ഹൈദർ. എന്താ ഹാദി ഹൈദറെ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ശക്തി. വെരി ഗുഡ്. ഊക്ക്, ശക്തി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഞെട്ട്. ഞെട്ട് എന്താ പറഞ്ഞത് മിസ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മിസ് പറഞ്ഞത് ക്ലാസ് എടുക്കുന്ന ടൈമില്? ഞെട്ട്. ഇവിടെ നൈല ഷക്കീർ കൈ പൊക്കുന്നുണ്ട്. എന്താ നൈല? ഓക്കെ, പൂവിനെ കമ്പുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഞെട്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ഇതാ മരച്ചില്ല. എന്താ മരച്ചില്ല അർത്ഥം? ഇവിടെ ആദ്യത്തെ അനൂപ് കൈ പൊക്കുന്നുണ്ട്. പറഞ്ഞോ, മരച്ചില്ല. മരത്തിന്റെ കമ്പ്. മരത്തിന്റെ ചെറിയ കമ്പ്. വെരി ഗുഡ്. ഓക്കെ, മക്കൾ ഓർത്ത് വെച്ചതിന് വെരി ഗുഡ്, വെരി ഗുഡ്. ഓർത്ത് വെച്ചു. നെക്സ്റ്റ് മീതെ. മീതെ എന്താ അർത്ഥം? ആർക്കറിയാം? ഓക്കെ, ആലൻ. പറഞ്ഞോ. മുകളിൽ. മുകളിൽ. വെരി ഗുഡ്. മീതെ, മുകളിൽ.
നെക്സ്റ്റ് വിശാലമായ. എന്താ അർത്ഥം ആർക്കറിയാം? വിശാലമായ. ഇവിടെ ജോവിൻ. എന്താ വിശാലമായ? ജോവിനോ ജോയലോ ആരോ ഒരാള് പറഞ്ഞോ. വിശാലമായ എന്നതിന്റെ അർത്ഥം മീനിങ് എന്താ? നെക്സ്റ്റ് ആർക്കറിയാം? ഇതാ ഇവിടെ സാവിയോ. എന്താ സാവിയോ? പരന്നു കിടക്കുന്ന. വെരി ഗുഡ്. പരന്നു കിടക്കുന്ന. വിശാലമായ, പരന്നു കിടക്കുന്ന. ഓക്കെ, അത്രയാണ് മീനിങ് അതിൽ പറയുന്നത് അല്ലേ? ഓക്കെ, അത് മിസ് അതുകൂടി എഴുതിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ എഴുതി തെറ്റിക്കൊന്നും ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് രണ്ടാമത്തത് എന്താണ്? എന്ത് പറ്റി ദേവാംഗേ? ദേവാംഗിന് എന്ത് പറ്റി? ഓക്കെ, റോഷൻ ബാപ്പയുടെ കൈവിട്ട് ഓടിയത് എപ്പോൾ? എപ്പോഴാണ് റോഷൻ ബാപ്പയുടെ കൈവിട്ട് ഓടിയത്? ആർക്കറിയാം അതിന്റെ ആൻസർ? ഇവിടെ വീണ്ടും ആരാ കൈപൊക്കിയേ? ഹാദി ഹൈദർ. ഓക്കെ, പറഞ്ഞോ ഹാദി. നടന്ന് നടന്ന് ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് എത്തിയപ്പോൾ റോഷൻ ബാപ്പയുടെ കൈവിട്ട് ഓടി. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് എന്താ ക്വസ്റ്റ്യൻ? ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത് എന്ത്? എന്താണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്? ഇനി പുതിയ പുതിയ ആള് പറഞ്ഞേ. ഇഷിക രാജ്. എന്താണ്? നുരകൾ. ഓക്കെ, നുരകളാണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് ആര്? ഇനി ആരാ പറയുന്ന ആൻസർ? ഷഹ്ബറ. ഓക്കെ, കാക്ക. ആകാശത്ത് എന്ത് കാക്കകളാ? കടൽ കാക്കകൾ. ഓക്കെ, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കടൽ കാക്കകളാണ്. വെരി ഗുഡ്. നെക്സ്റ്റ് ചോദ്യം. സൂര്യൻ കടലിൽ വീണത് എങ്ങനെ? എങ്ങനെയാ? ആരാ പറയുന്നേ? ഐഫുന. ഐഫുന അൺമ്യൂട്ട് ചെയ്തോ. എങ്ങനെ? ഞെട്ടറ്റ് വീഴും പോലെയാണ് അല്ലെ? ഞെട്ടറ്റ് വീഴും പോലെയാണ് സൂര്യൻ കടലിൽ വീണത്. ഇത്രയാണ് നമുക്കതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും നന്നായി പാഠം ശ്രദ്ധിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് അടുത്ത പേജ് എടുത്തോ മക്കള്. പേജ് നമ്പർ 20. ഓൾ ഓഫ് യു ലിസൺ. പേജ് നമ്പർ 20. മൂന്നാമത്തത് ആക്ടിവിറ്റീസ്. ചേർത്തെഴുതുക. ചേർത്തെഴുതുക. ചേരുന്നവ ശ്രദ്ധിക്കണേ. ചേരുന്നവ ചേർത്ത് വാക്യം നിർമ്മിക്കുക. അപ്പോ ഫസ്റ്റ് വൺ സൂര്യൻ, നെക്സ്റ്റ് ആകാശം, തേർഡ് തോണി, ഫോർത്ത് വൺ തിരമാല, ഫിഫ്ത്ത് വൺ കടൽക്കാക്ക. ഇത്രയാണ് ലെഫ്റ്റ് സൈഡിലെ റോയിലുള്ളത് അല്ലെ? അപ്പൊ അടുത്ത റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? തിരമാലകളിൽ ആടി ഉലയുന്നു, തീരത്തേക്ക് ഓടി വരുന്നു, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു, ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു, കടലിനെ മുട്ടി നിൽക്കുന്നു. അപ്പൊ ഫസ്റ്റ് വൺ സൂര്യൻ ഏതാണ് മാച്ച് ചെയ്യുക? നിങ്ങൾ വെറുതെ കുത്തി വരക്കരുത്. നല്ല സ്കെയിൽ എടുത്ത് നേരെ വരക്കണം. മാച്ച് ചെയ്യുന്നതിലേക്ക് സ്കെയിൽ എടുത്തിട്ട് വരച്ചു വെക്കണം. ഓക്കെ, അപ്പൊ സൂര്യൻ ഏതാണ് ആൻസർ? ആർക്കറിയാം? സൂര്യൻ ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു. എത്രാമത്തെയാ? 1 2 3 4. അപ്പോ റൈറ്റ് സൈഡിൽ നാലാമത്തതാണ്. അതിലേക്ക് നിങ്ങൾ സൂര്യൻ എന്നുള്ളതിന് മാച്ച് ചെയ്ത് വരക്കണം. ഏബൽ മാത്യു വരക്കുന്നില്ലേ മോനെ? ഏബൽ? യെസ്. ഇനി ആരാ? എല്ലാരും വരക്കുന്നില്ലേ? നോക്കട്ടെ. നല്ല വൃത്തി വരച്ചു വെച്ചേ. റസീൻ വരച്ചേ. അനുഗ്രഹ വരക്കുന്നുണ്ട് അല്ലെ? ദേവർഷി ഉണ്ട്, മുഹമ്മദ് മുഹമ്മദ് ആബിസ്. ഹാദിയക്കുട്ടി വരക്കുന്നുണ്ടോ? വീഡിയോ ഓഫ് ആണല്ലോ. എന്തോ തിരക്കിലാണോ? ഓക്കെ,
അപ്പോ എന്താ എഴുതണ്ടേ? സൂര്യൻ ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു. അതിലേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ് ആയുഷ്. എഴുതി വരച്ചു അല്ലേ. നെക്സ്റ്റ് രണ്ടാമത്തത് ആകാശം അല്ലെ. ആകാശം എന്താ ഏതിലേക്കാ മാച്ച് ചെയ്യണ്ടേ മക്കളെ? ആരാ പറയുന്നേ? ആകാശം ആർക്കറിയാം? തിരമാലകളിൽ ആടിയുലയുന്നു എന്നാണോ? തീരത്തേക്ക് ഓടി വരുന്നു എന്നാണോ? ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതാണോ? ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു എന്നാണോ? കടലിനെ മുട്ടി നിൽക്കുന്നു എന്നാണോ? ആകാശം ഏതാ മാച്ച് ചെയ്യുന്നേ? ആരാ പറയുന്നേ? ഇവിടെ റസീൻ. എന്താണ്? ആകാശത്ത് വട്ടമിട്ട് നോ 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 നോ, ആകാശം അതിനേതാ മാച്ച് ചെയ്യണ്ടേ? കടലിനെ മുട്ടി നിൽക്കുന്നു. ലാസ്റ്റ് വൺ റൈറ്റ് സൈഡിലെ. ഓക്കെ, അതല്ലേ ചെയ്യുന്നത്. ആകാശവും ഇതും ഒന്നായി തീരുമ്പോൾ തോന്നുന്നല്ലേ പറഞ്ഞ നമ്മള്. നെക്സ്റ്റ് തോണി. മൂന്നാമത്തത് തോണി. തോണി ഏതാ? തോണിക്ക് നേരെ ഏതാ വേണ്ടേ? ആർക്കറിയാം? യെസ്, ഷഹുബറ പറഞ്ഞോ. തീരത്തേക്ക് ഏത് തോണി? തോണി തീരത്തേക്ക് ഓടി വരുന്നുണ്ടോ? എന്താണ്? എന്താണ്? ആർക്കറിയാം? ഫാത്തിമ എന്താണ്? തിരമാലകളിൽ ആടിയുലയുന്നു. തിരമാല ഫസ്റ്റ് വൺ മുകളിലെത്താണ്, അതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നാലാമത്തത് തിരമാല. തിരമാല എന്താ? തീരത്തേക്ക് ഓടി വരുന്നു. തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. അതിലേക്ക് വരച്ചോ. തീരത്തേക്ക് ഓടി വരുന്നു. ഓക്കെ, രണ്ടാമത് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ കടൽക്കാക്ക. കടൽക്കാക്ക എന്താ ഇന്ന്? ആകാശത്ത് വട്ടമിട്ടു പറക്കുന്നു. ആകാശത്ത് വട്ടമിട്ടു പറക്കുന്നു. ഓക്കെ, അപ്പൊ 5 ഒന്നുകൂടി മിസ് വായിക്കാം. സൂര്യൻ ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു. ആകാശം കടലിനെ മുട്ടി നിൽക്കുന്നു. തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. കടൽ കാക്ക ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? മാച്ച് ചെയ്തു എല്ലാവരും? യെസ് ഓർ നോ? ഇനി എന്ത് ചെയ്യണമെന്നറിയോ? അത് ചേരുന്നവ ചേർത്ത് വാക്യം നിർമ്മിക്കണം. താഴെ നമ്മളിപ്പോ വരച്ച് ചേർത്തില്ലേ, അത് താഴെ നമ്മൾ എഴുതി വെക്കണം. എങ്ങനെ എഴുതിക്കോ? നോക്കിയത് സൂര്യൻ. എഴുത് സൂര്യൻ ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു. താഴെ ഫസ്റ്റ് ലൈനില് എന്താ റസീൻ? മിസ് ഇത് റസീന്റെ ഇക്കാക്കാണ്. നമ്മള് ഇവിടെ റൂമില് നെറ്റ് ഇതായിട്ടില്ല. ഇപ്പൊ നമ്മ വേറെ റൂമിലേക്ക് വന്നത്, അവിടെ നെറ്റ് കിട്ടും. എന്നാൽ മലയാളത്തിന്റെ ബുക്ക് കൊണ്ടുവന്നില്ലേ? മലയാളത്തിന്റെ ബുക്ക് ഗ്രൂപ്പില് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ MS പകരം മലയാളം കണ്ടിട്ടില്ല. അതെ അല്ലേ? ഇവിടെ റൂമിൽ വന്നിട്ട് ഓക്കെ ഓക്കെ, എഴുതി വെക്കണേ. ക്ലാസ് വഴിയൊക്കെ പിന്നീട് എഴുതി വെക്കണേ. അപ്പൊ സൂര്യൻ ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു. നോക്കി എഴുതിയ മക്കള് താഴത്തെ ഫസ്റ്റ് ലൈനില്. സൂര്യൻ ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു. അടുത്തത് എന്താണ്? രണ്ടാമത്തേൽ എന്താ എഴുതേണ്ടത്? ആകാശം കടലിനെ മുട്ടി നിൽക്കുന്നു. അത് നമ്മിപ്പോ യോജിപ്പിച്ച് വെച്ചത് 1, 2, 3, 4, 5 എണ്ണത്തില് എഴുതി വെക്കണം. 5 ലൈനിലും. നാസാമറി എഴുതിയോ? രണ്ടാമത്തെ എഴുതിയോ?
രണ്ടാമത്തെ എന്താ? ആകാശം കടലിനെ മുട്ടി നിൽക്കുന്നു. നോക്കി മെല്ലനെ എഴുതിയാൽ മതി മക്കള് കേട്ടോ. ശ്രദ്ധിച്ച് എഴുതണം. സ്വന്തം തന്നെ എഴുതിക്കോ. എന്താണ് ഷഹ്ബറ എഴുതാതിരിക്കുന്നേ? പറഞ്ഞോ. ഷഹ്ബറ മൂന്നാമത്തെ ഇതില്ലേ, അതൊന്നും ഒന്നും കൂടി പറഞ്ഞുതരാം. ആക്ടിവിറ്റി മൂന്നാമത്തെയാണോ? തോണി തിരമാലകളിൽ ആടിയുലയുന്നു. അതല്ല മിസ്സേ, നമ്മിപ്പോ മാച്ച് ഫോളോയിന്റ് എഴുതിയിട്ടില്ലേ? ഏത് വരക്കേണ്ടത്? വരക്കേണ്ടതാ. അത് മൂന്നാമത്തതല്ലേ? തിരമാലകളിൽ ആടിയുലയുന്നു. അതില് ഫസ്റ്റ് വൺ ഇത് തിരമാലയാ. എത്രാമത്തെ പറ മോള്? മൂന്നാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി തന്നെ മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ അതല്ലേ? ചേരുന്നവ ചേർത്ത് വാക്യം നിർമ്മിക്കുക. ഇത് തെറ്റിപ്പോയത്. ഏത് തെറ്റിപ്പോയോ? അത് വരച്ചോ? മാച്ച് ചെയ്തോ അങ്ങോട്ട്? ആദ്യത്തത് എന്താണ്? സൂര്യൻ ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു. അത് ചേർത്ത് ഒരു വാക്യം ഉണ്ടാക്ക്. ആകാശം കടലിനെ മുട്ടി നിൽക്കുന്നു. എഴുത്. ലാസ്റ്റ് മണ്ണാണ് എഴുതേണ്ടത്. ആകാശം എഴുതുക. എന്നിട്ട് ലാസ്റ്റ് റൈറ്റ് സൈഡിലത്തെ ലാസ്റ്റിലെത്തത് ചേർത്ത് എഴുതുക. ഓക്കെ. ഇനി മൂന്നാമത്തത് ഏത്? തോണി. തോണി എഴുതിയിട്ട് തിരമാലകളിൽ ആടിയുലയുന്നു. ആ ഫസ്റ്റ് വൺ നോക്കി എഴുതുക. അത് കഴിഞ്ഞിട്ട് തിരമാല. തിരമാല എഴുതി താഴെ എഴുതുക. എന്നിട്ട് തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. രണ്ടാമത്തത് തിരമാലയുടെ കൂടെ എഴുതുക. ഈ ലൈനിലാണ് കേട്ടോ, താഴെയുള്ള ലൈനിലാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് ലൈനിൽ എന്ത് എഴുതുക? കടൽ കാക്ക ആകാശത്ത് വട്ടമിട്ടു പറക്കുന്നു. നോക്കി എഴുതുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വൃത്തിയിൽ എഴുതിയാൽ മതി കേട്ടോ. പക്ഷെ നിങ്ങൾ തന്നെ എഴുതണേ കേട്ടോ മക്കളെ. കടൽ കാക്ക ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. അത്രയാണ് അത് മാച്ച് ചെയ്യേണ്ടത്. Did you finish? ഇല്ല അല്ലേ? എഴുതുന്നത്രേ. എഴുതിക്കോ, മെല്ലനെ എഴുതിക്കോ. മക്കളെ എഴുതി വരുമ്പോ കുറച്ച് സമയം ആവും. മിസ് താഴെ കണ്ടടാ. 1 2 3 4 5 റോ കണ്ടോ? ഇപ്പൊ മിസ് പറഞ്ഞത് എടുത്തിട്ട് താഴെ 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 എഴുതണം. ആ വരയില് 1 2 5 വരയുണ്ട്. 5 എണ്ണം നമുക്ക് എഴുതാനും ഉണ്ട്. ഓക്കെ. എന്താണ് ബിയോണ? തെറ്റിയോ? ചോദ്യമല്ലടാ, അത് ചേർത്ത് എഴുതണം. ഒരു വാക്യം ഉണ്ടാക്കണം. സൂര്യൻ കടലിനെ മുട്ടി നിൽക്കുന്നു. അത് ഒന്നിച്ച് എഴുതണം. മനസ്സിലായോ? മുഹമ്മദ് ആബിസ് എഴുതിയോ? ആബിസേ എഴുതിയോ? ഓക്കെ. എല്ലാവരും ഇപ്പൊ തന്നെ എഴുതണേ, എഴുതാതിരിക്കല്ല. എഴുതിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. എന്താണ് ആബിസേ പറഞ്ഞോ? ബുക്ക് എടുക്കാൻ പറഞ്ഞു. എവിടെയാണുള്ളത് ആബിസ്? വീട്ടിലല്ലേ? വീട്ടിലല്ലേ ഉള്ളത്? അവിടെ എടുത്തൂടെ ബുക്ക്? ഓക്കെ, എഴുതി വെക്കണം കേട്ടോ എല്ലാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞോ? എല്ലാ മക്കൾക്കും എഴുതി കഴിഞ്ഞോ?
യെസ്, ആദ്യത്തെ അനൂപിന് കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞില്ല മക്കളെ? ഓക്കെ, കഴിഞ്ഞോ? യെസ്, എല്ലാവർക്കും കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? ഹാദിയ എവിടെയോ യാത്രയിലാണെന്ന് തോന്നുന്നു. ഹാദിയ ഹോസ്പിറ്റലിൽ പോകേണ്. അതെ അല്ലേ? ഓക്കെ, നോട്ട് എഴുതണം കേട്ടോ. പിന്നീട് ടെക്സ്റ്റിലെല്ലാം കംപ്ലീറ്റ് ചെയ്യണേ. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി 4ാമത്തെ ആക്ടിവിറ്റീസ് ആണ്. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എന്താണ് സാവിയോ? ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞുവെങ്കിൽ 4th ആക്ടിവിറ്റീസ് എന്താണ്? എടുത്തെഴുതുക. എന്താ പറഞ്ഞത് അവിടെ? അവൻ, അവർ, അത് എന്നീ പദങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ എടുത്തെഴുതുക. കുറച്ച് എഴുതാനുണ്ട് മക്കൾക്ക് അല്ലേ? അപ്പോ അവന് നമ്മൾ എഴുതുന്ന അത് വെച്ച് ഒരു വാക്യം നമ്മൾ എടുത്തെഴുതണം അല്ലേ? എങ്ങനെയാ? നമ്മളെ പാഠഭാഗത്ത് തന്നെയുണ്ട്, നമുക്ക് അത് തന്നെ എടുത്തെഴുതാം. എന്ത്? അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. അല്ലേ? എങ്ങനെ എഴുതാ? കണ്ടോ? നിങ്ങൾ പാടത്ത് കണ്ടിട്ടില്ലല്ലോ? നോക്കി എഴുതുക, ബുദ്ധിമുട്ടായിരിക്കും. മിസ് ഇതിൽ എഴുതിത്തരാൻ നോക്കട്ടെ. ഈ ലാപ്ടോപ്പ് അത്ര ഒരു കംഫർട്ടബിൾ അല്ല. ഓക്കെ, നമ്മുടെ പാഠത്തിലുള്ളതാണ് മിസ് പറയുന്നത്. എന്ത്? അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. അതാണ് മിസ് എഴുതുന്നത്. അവൻ എന്ന ഒരു പദം വരുന്നത് അല്ലേ? എഴുതിക്കോ, ആരും ഇതിൽ എഴുതണ്ട കേട്ടോ.
മിസ് എഴുതുന്ന ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. മൗസ് ഇതില് ശരിക്കും ഒരു വർക്കിംഗ് അല്ല. അവൻ കണ്ടോ നിങ്ങൾ? ആ ഇത് പേജ് ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ 18 18 ലാസ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഏകദേശം ലാസ്റ്റ് വരുന്ന ഒരു വാക്യാണ് ഇപ്പൊ മിസ് പറയുന്നത്. അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. ആരെങ്കിലും കണ്ടോ അത്? 18ാമത്തെ പേജ് നമ്പറില്. യെസ്, അത് നോക്കി എഴുതിക്കോ. അവൻ ബാപ്പയുടെ മിസ് എഴുതുന്നത് ക്ലിയർ ഇല്ല കേട്ടോ. ഇത് മൗസ് അത്ര ശരിയില്ല മോനെ. അവൻ ബാപ്പയുടെ കൈവിട്ട് കൈവിട്ട് ഇത് ഇട്ടായാണേ. മണൽ പരപ്പിലൂടെ ഓടി. പറ്റുന്നില്ലടാ അതിൽ എഴുതാൻ. ഓക്കെ, അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. ഇതാണ് ഒന്നാമത്തത് എഴുതേണ്ടത്. നിങ്ങൾ 1 എഴുതുക നല്ല വൃത്തിക്ക് കേട്ടോ. 2 ലൈൻ എടുത്താലും കുഴപ്പമില്ല. 1 2 1 2 3 2 3 എഴുതേണ്ടത് നമുക്ക്. അതില് 2 ലൈൻ എടുത്ത് എഴുതിക്കോ കേട്ടോ. ഇത് അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി, ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ എന്താ എഴുതണമെന്ന് അറിയോ? അവർ എന്ന് വരുന്ന ഒരു വാക്യാണ് നമ്മൾ എഴുതേണ്ടത്. അവർ അല്ലേ? അവർ അതിന്റെ തന്നെ തൊട്ടു മുകളിലുണ്ട്. നമ്മളിപ്പൊ എഴുതിയ വാക്യത്തിന്റെ തൊട്ടു മുകളിലുണ്ട് എന്ത്? അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് എത്തി. കണ്ടോ നിങ്ങള്? അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. എന്നാ നിങ്ങൾക്ക് അതാണ് ഇനിയത്തെ 3ാമത്തെ ലൈനിൽ നിങ്ങൾ എഴുതേണ്ടത്. അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്തെത്തി. അപ്പൊ അവർ എന്ന സർവനാമം വരുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോ അടുത്തത് എന്താണ്? അത് അല്ലേ? അത് എന്താണ്? അതിന്റെ ഞെട്ടറ്റു വീഴും പോലെ അത് കടലിലേക്ക് വീണു. അപ്പൊ അത് എന്ന വന്നു അല്ലെ? അത് എന്ന പദം വന്നു അവിടെ. അത്. അപ്പൊ അവൻ, അവർ, അത്, ഈ 3 ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാക്യം നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? എന്നീ പദങ്ങൾ, അവൻ, അവർ, അത് എന്നീ പദങ്ങൾ വെച്ചിട്ട് ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളത്. അപ്പൊ ടെക്സ്റ്റിൽ അത് വരുന്നത് ഏത്? 1 അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി, ഒന്നാമത്തത്. ഇനി രണ്ടാമത് എന്താ എഴുതേണ്ടത് നമ്മള്? അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് എത്തി. 3ാമത്തത് ഞെട്ടറ്റു വീഴും പോലെ അത് കടലിൽ വീണു. അതെവിടെയാ? പേജ് നമ്പർ കണ്ടോ നിങ്ങള്? 19. അതില് ഞെട്ടറ്റു വീഴും 2ാമത്തെ പാരഗ്രാഫിൽ ഉണ്ട്. ഞെട്ടറ്റു വീഴും പോലെ അത് കടലിൽ വീണു. ഓക്കെ, അപ്പൊ 3 നമുക്ക് എഴുതേണ്ടത്. 2 ലൈൻസ് വീതെടുത്ത് 3 നിങ്ങൾ എഴുതുക. ഓക്കെ അല്ലേ? എഴുതിക്കോളൂ.
അത്രയാണ് എഴുതേണ്ടത്. മക്കളെല്ലാവരും എഴുതണേ. മിസ് എഴുതി തരാത്തോണ്ട് ഇനി എഴുതാതിരിക്കരുത്. അത്രയാണ് 3 എഴുതേണ്ടത്. അടുത്ത ഏതാ നമുക്ക് എഴുതേണ്ടത്? കണ്ടിട്ടില്ലേ? അമാൻ മാധവ് കണ്ടോ? ഓക്കെ. 18ാമത്തെ പേജില് ലാസ്റ്റ് പാരഗ്രാഫിലാണ് 2 ഉള്ളത് മിസ് പറഞ്ഞത്. ഒന്ന് എഴുതി തന്നതും ഒന്ന് എഴുതി തരാത്തതും. പിന്നെ വരുന്നത് 19ാമത്തെ പേജില് 2ാമത്തെ പാരഗ്രാഫില് ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീണു. അപ്പൊ അത് എന്ന പദം വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ എല്ലാവർക്കും? എഴുതിക്കോളൂ ടെക്സ്റ്റ് നോക്കിട്ട്. യെസ്. മുഹമ്മദ് ഹാദി മനസ്സിലായില്ലേ? യെസ്. ഓ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? 5ാമത്തത് വാക്യം നിർമ്മിക്കുക അല്ലെ? വാക്യം നിർമ്മിക്കുക. കണ്ടു നിങ്ങള്? കടലുമായി ബന്ധപ്പെട്ട ഏതാനും പദങ്ങൾ താഴെ കൊടുക്കുന്നു. അവ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കുക. ഏതൊക്കെയാ തന്നിട്ടുള്ള? കടലുമായി വന്നിട്ടുള്ള ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട് നമുക്ക് അവിടെ. കടലുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ? പരുന്ത്, തോണി, മീൻ, തിരമാല അല്ലെ? ഇതൊക്കെ കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാക്യം ഉപയോഗിച്ച് വാക്യം ഉണ്ടാക്കണം. അപ്പൊ ഒന്ന് അവിടെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്ത്? പരുന്ത് വട്ടമിട്ട് പറക്കുന്നു അല്ലെ? ഒന്നാമത്തത് പരുന്ത് വട്ടമിട്ട് പറക്കുന്നു എന്നുണ്ട്. അപ്പൊ 2ാമത് നമ്മള് തോണി അല്ലെ? തോണി വെച്ചുണ്ടാക്കണം. പിന്നെ 3ാമത് മീൻ എന്ന് വെച്ചിട്ടുണ്ടാക്കണം. നെക്സ്റ്റ് തിരമാല എന്ന വെച്ചിട്ട് ഉണ്ടാക്കണം. ഇത്രയാണ് നമുക്ക് അതിൽ എഴുതേണ്ടത് അല്ലെ? അവിടെ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ 1ാമത്തെ പരുന്ത് വട്ടമിട്ട് പറക്കുന്നു അവിടെ ഉണ്ട്. 2ാമത് എന്താ എഴുതണ്ട്? തോണി. എന്താ എഴുതുക വാക്യം? ആർക്കെങ്കിലും അറിയോ തോണിയുടെ? നമ്മളെ പാഠഭാഗത്തുള്ളത് എഴുതിയാലും മതി, അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയെങ്കിൽ അത് എഴുതിയാലും മതി. അപ്പൊ കടത്തുകാരൻ തോണി തുഴഞ്ഞു വേണമെങ്കിൽ എഴുതാം അല്ലെ? കടത്തുകാരൻ തോണി തുഴഞ്ഞു. ഒരു വാക്യം ഉണ്ടാക്കിയാൽ മതി. തോണി എന്ന ഒരു പദം വരുന്ന ഒരു വാക്യം. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ മിസ് വേണമെങ്കിൽ എഴുതി തരാം കേട്ടോ. ഇന്നിപ്പോ 3 മിനിറ്റേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന എന്താണ്? മീൻ അല്ലെ? മീൻ എന്താ? മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു വേണമെങ്കിൽ എഴുതാം നമുക്ക് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ പാഠത്തിൽ തന്നെ ഉണ്ടെന്ന് മീൻ വിൽപ്പനയുടെ തിരക്കാണ് നാറ്റം, മീൻ കച്ചവടത്തിന്റെ ബഹളമാണ് അവിടെ. കണ്ടോ? അങ്ങനെ ഒരു വരിയുണ്ട്. മീൻ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? തിരമാല. തിരമാലകൾ എന്ത്? തീരത്തേക്ക് ഓടി വരുന്നു. എഴുതിക്കൂടെ? തിരമാലകൾ തീരത്തേക്ക് ഓടി വരുന്നു. അപ്പൊ ഒരു വാക്യായി അല്ലെ? അപ്പോ അങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്. ഒരു വാക്യം, ഒരു പദം വെച്ച് വാക്യം ഉണ്ടാക്കേണ്ടത്. ഓക്കെ. അപ്പൊ അത്രയാണ് അവിടെ നമുക്ക് എഴുതാനില്ല. അപ്പൊ ഈ 2 വർക്ക് നിങ്ങൾ നോക്കി എഴുതിയിട്ട് വരുവോ? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മിസ് അത് എഴുതിത്തരാം കേട്ടോ. ഓക്കെ. ഇപ്പൊ സമയം നമുക്ക് അത്രയേ ഉള്ളൂ, 2 മിനിറ്റ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ചൊല്ലി രസിക്കാം. ശൈലികളും ചൊല്ലുകളും ചൊല്ലി രസിക്കാം. എന്താണ്? കടലിൽ കായം കലക്കിയ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ, കടലിൽ പോയ സൂചി കിട്ടുമോ, കടലു ചാടിയവനാണോ തോട് ചാടാൻ പ്രയാസം അല്ലെ? ഇതിലൊക്കെ എന്താണ്? പഴഞ്ചൊല്ലുകളും ശൈലികളും. ഇത്രയാണ് ആ ഒരു പാഠത്തിൽ വരുന്നത്. അപ്പൊ ആ വർക്കുകളിൽ മിസ് ഇപ്പോ അതായത് 4ാമത്തെ ആക്ടിവിറ്റി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1 മിസ് തന്നുള്ളൂ. അപ്പൊ അത് നിങ്ങൾ 2 ബാക്കിയുള്ളത് എഴുതണം. അടുത്തത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മക്കള് നാളെ അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി വരണം കേട്ടോ. മിസ് പറഞ്ഞു തന്നത് വാക്യം നിർമ്മിക്കുക എന്നുള്ള 5ാമത്തെ വർക്ക്. ഓക്കെ. എന്നാൽ സാവധാനം എഴുതി വരാം നിങ്ങൾക്ക് കേട്ടോ. അത്രയാണുള്ളത്. പിന്നെ ലാസ്റ്റ് എന്താ? ചൊല്ലി രസിക്കാം. ശൈലികളും ചൊല്ലുകളും ചൊല്ലി രസിക്കാം. എന്താ? കടലിൽ കായം കലക്കിയ പോലെ. കടലിൽ കായം കലക്കിയ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല അല്ലെ? കടല് വിശാലമായതാണ്. അതിൽ കായൊന്നും കലക്കിയ ഒന്നും അറിയാനേ ഉണ്ടാവില്ല. സാമ്പാറിലാണ് കായ ഇടുന്നെങ്കിലേ അതിന്റെ മണം ഉണ്ടാവുള്ളൂ അല്ലെ? അതാണ് ഉദ്ദേശിച്ചത്, കടലിൽ കായം കലക്കിയ പോലെ. പിന്നെന്താ പറയുന്നത്? കടൽക്കരയിലെ മണൽത്തരി പോലെ. എത്ര മണൽത്തരികളാ ഉണ്ടാവുക കടൽക്കരയിലല്ലേ? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും പറ്റില്ല. അതുപോലെ. പിന്നെന്താ പറയുന്നത്? കടലിൽ പോയ സൂചി കിട്ടുമോ? കടലിൽ പോയാൽ ഒരു സൂചി അറിയാലോ നിങ്ങൾക്ക്, അത് കിട്ടാൻ സാധ്യതയില്ല. എങ്ങനെ അല്ലേ? കടല് ചാടിയവനാണോ തോട് ചാടാൻ പ്രയാസം. കടല് ചാടിയവന് തോട് ചെറുതാണ് അല്ലെ? കടന്നു വെക്കാൻ പറ്റും തുള്ളിയിട്ട്. കടല് ചാടാൻ ഒരാൾക്കും ആവൂല അല്ലെ? അപ്പൊ അതൊരു പഴഞ്ചൊല്ലുകളും ശൈലികളുമാണ്.
അത്രയാണ് നമ്മുടെ ഈ പാഠത്തിലുള്ളത്. അപ്പൊ രണ്ടാമത്തെ പാഠത്തിലുള്ളത് എന്താണ്? കടലോരത്തെ കാഴ്ചകൾ എന്ന പാഠഭാഗം മക്കൾ നല്ലതുപോലെ വായിക്കണം. കുറച്ച് വലിയൊരു, നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു പാഠാണ് അല്ലേ? വായിക്കാനുണ്ട്. അപ്പൊ വായിച്ചോണ്ടിരിക്കണം, എന്നാലേ നല്ലതുപോലെ വായിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിലുള്ള. ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. മക്കളെല്ലാവരും എന്ത് ചെയ്യണം? ആ ആക്ടിവിറ്റീസ് ഫില്ല് ചെയ്യണം. ചെയ്തിട്ട് മിസ്സിന് ഒരു ഫോട്ടോ സെൻഡ് ചെയ്യണം. നോക്കട്ടെ എത്ര പേര് ചെയ്യുന്നുണ്ട്. 2 വർക്കുകൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്.